സ്നേഹം ദൈവഭാവം കുടുംബം ദൈവദാനം അതിലെന്നും നമ്മൾ വളരാൻ ഉള്ളിൽ നിറയണം സ്നേഹക്കൂടാരം 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 സ്നേഹക്കൂടാരം. റവറൻ ഡോക്ടർ അഗസ്റ്റിൻ കല്ലേലി ബെൽജിയം ലുവീൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുടുംബ ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി 11 വർഷക്കാലം എറണാകുളം അങ്കമാലി അതിരൂപത കുടുംബ പ്രേക്ഷിത കേന്ദ്ര ഡയറക്ടർ എന്ന നിലയിൽ വ്യത്യസ്ത കുടുംബ നവീകരണ പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകുകയും റീലൈറ്റ് യൂട്യൂബ് ചാനലിലൂടെ കുടുംബ ബന്ധങ്ങൾക്ക് വേണ്ട പരിശീലനം നൽകുകയും ചെയ്ത അച്ഛൻ ഇപ്പോൾ മംഗലപ്പുഴ സെമിനാരി അധ്യാപകനായി ശുശ്രൂഷ ചെയ്യുന്നു. കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പ് കൂടുതൽ വ്യക്തമാക്കുന്ന സ്നേഹക്കൂടാരം ഫാമിലി ബീറ്റ്സിൽ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ദമ്പതിമാരോടൊപ്പം സ്വാഗതം ചെയ്യാം ഫാദർ അഗസ്റ്റിൻ കല്ലേലി. സ്നേഹക്കൂടാരം ഫാമിലി ബീറ്റ്സിലേക്ക് ഒരിക്കൽ കൂടി ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വൃദ്ധരായ മാതാപിതാക്കളെ വീട്ടിലാണോ അതോ വൃദ്ധഭവനത്തിലാണോ പരിപാലിക്കേണ്ടത് എന്ന ചോദ്യം ഉന്നയിച്ചിരുന്നു. അന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്ത കാര്യം ഇതാണ്: സാധിക്കുമെങ്കിൽ വീട്ടിൽ തന്നെ പരിപാലിക്കുന്നതാണ് നല്ലത്. എന്നാൽ ചിലപ്പോൾ ചില ജീവിത സാഹചര്യം കൊണ്ട് ചിലപ്പോൾ വൃദ്ധഭവനത്തിലും ആകാം. അതിനെയും അക്സെപ്റ്റ് ചെയ്ത് വളരാനായിട്ട് നമുക്ക് സാധിക്കണം. എന്നാൽ വീട്ടിലാണ് പരിപാലിക്കുന്നതെങ്കിൽ ഈ വൃദ്ധരായ മാതാപിതാക്കളും മക്കളും തമ്മിൽ ഊഷ്മളമായൊരു ബന്ധം വേണം. ആ ബന്ധം എങ്ങനെ സാധ്യമാക്കാം എന്നതാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. പ്ലീസ്, എന്താ പേര്? എൻ്റെ പേര് നോയൽ. നോയൽ ആൻഡ് മീനു. നമ്മുടെ ഈ ഷോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ബെന്നി. ബെന്നി ആൻഡ് ജിംസി ബെന്നി. വീണ്ടും സ്വാഗതം കേട്ടോ. ഓക്കെ. ജീവൻ. ജീവൻ ആൻഡ് നിത്യജീവൻ. നിത്യജീവൻ. നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്വാഗതം. യെസ്. ഹെൻറി. ഹെൻറി ആൻഡ് ജിഷ. ജിഷ. ഒരിക്കൽ കൂടി നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. ഒരു വീട്ടിൽ വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അത്ര എളുപ്പമല്ല എന്ന് എല്ലാവർക്കും അറിയാം. വീട്ടിൽ കുഞ്ഞുങ്ങളുള്ള പോലെ തന്നെയാണ് വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ. വളരെ സൂക്ഷ്മതയോടുകൂടെ അവരെ കെയർ ചെയ്യേണ്ടതായ ആവശ്യമുണ്ട്. അതിനേക്കാൾ ചിലപ്പോൾ അവരുടെ ദുശാഠ്യങ്ങളും അതോടൊപ്പം തന്നെ അവരുടേതായ ചില പ്രത്യേകതകളൊക്കെ കുടുംബജീവിതത്തെ വളരെയേറെ കലുഷിതമാക്കാറുണ്ട്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ചിലപ്പോൾ വൃദ്ധരായ മാതാപിതാക്കൾ വിചാരിക്കും, ചിലർ പ്രാർത്ഥിക്കുന്നത് പോലും ഞാൻ കേട്ടിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് കർത്താവ് ഇനി എന്നെ എടുക്കണമേ എന്ന്. അങ്ങനെ വരും, അങ്ങനെയും വരാൻ സാധ്യതയുണ്ട്. എന്നാൽ നമ്മുടെ കുടുംബത്തിൽ വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഒരു ഊഷ്മളമായ ബന്ധം, ജീവിതം സാധ്യമാക്കാൻ എന്ത് ചെയ്യാം? പരിശോധിച്ച് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വീട്ടിൽ പ്രായമായ മാതാപിതാക്കൾ ഉണ്ടല്ലേ? അമ്മയുണ്ട് വീട്ടിൽ. 88 വയസ്സുണ്ട്. എങ്ങനെയാണ് ഈ അമ്മയുമായിട്ട് ഒരു ഊഷ്മളമായ ബന്ധം വളർത്തിയെടുക്കുന്നത്? അമ്മയുമായിട്ടുള്ള ബന്ധം എനിക്ക് ഇന്നുള്ളതല്ല, എൻ്റെ ബാല്യത്തിലുള്ളതാണ്. അതെ. അതായത് ചെറുപ്പകാലത്ത് ഞാൻ ഈ കല്യാണങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ പഴം പോക്കറ്റിലിട്ട് അമ്മയ്ക്ക് കൊണ്ടുവരും, നിക്കറിന്റെ പോക്കറ്റിൽ. അത് ശരി. പണ്ട് പാളയംകുടമ്പഴം വിളമ്പി ഇലയിൽ വിളമ്പി കഴിഞ്ഞാൽ പഴം എടുത്ത് പോക്കറ്റിലിടും, അത് അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുമായിരുന്നു. അത് ശരി. അന്ന് തുടങ്ങി അമ്മയോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. അമ്മയോട് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടായത്. അതിലുപരിയായിട്ട് ഇപ്പോ പ്രായത്തിന്റെ പ്രശ്നങ്ങൾ അമ്മയ്ക്കുണ്ട്. പക്ഷേ അമ്മയുടെ ഒരു പ്രശ്നം, നമ്മൾ പുറത്തു പോകാൻ പാടില്ല എന്നൊരൊറ്റ വാശി അമ്മയ്ക്കുള്ളത്. നമ്മൾ കൂടെ ഉണ്ടാകണം, എപ്പോഴും ആരെങ്കിലും ഉണ്ടാകണം, ആരെങ്കിലും ഉണ്ടാവണം. പ്രത്യേകിച്ചും ഞാൻ ഉണ്ടാവണമെന്ന് കൂടുതൽ ആഗ്രഹിക്കും, അല്ലെങ്കിൽ പിന്നെ ഇവളുണ്ടാവണമെന്ന് ആഗ്രഹിക്കും. അതാണ് പ്രശ്നം. മക്കള് പൊതുവെ പ്രായമായി കഴിഞ്ഞാൽ പല മക്കളെ നിർത്തി കഴിഞ്ഞാൽ അവര് പുറത്ത് കളിക്കാൻ പോകും, അതുകൊണ്ട് അവര് നിൽക്കില്ല. കുറച്ച് കഴിയുമ്പോൾ മുങ്ങു ഓടുന്നവര്. അതാണ് പ്രശ്നം. അതായത് പ്രായമായ മാതാപിതാക്കളുടെ ഒരു നിർബന്ധ ബുദ്ധിയാണ് വീട്ടിൽ ആരെങ്കിലും വേണോന്ന്. അവർ ഒറ്റയ്ക്കായി പോകുന്നുള്ള ഒരു പേടിയുണ്ട്. അതന്നെ. പിന്നെ നമ്മള് അവരെ കെയർ ചെയ്യാതിരിക്കുക എന്ന് പറയുക, കെയർ ചെയ്യേണ്ടതാണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ മക്കള് നമ്മളെ കണ്ടു വളരണ്ടേ. നമ്മൾ ചെയ്യുന്നത് കണ്ട് അവര് വളരണം. അപ്പോ നമ്മുടെ അമ്മയെ നോക്കുമ്പോഴാണ് അവരത് കാണുന്നത്. അത് ശരി. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി എഗ്രി ചെയ്യുന്നു. അതായത് വീട്ടിൽ മാതാപിതാക്കൾ നമ്മൾ നന്നായി നോക്കണം. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഐ മീൻ നല്ലൊരു ബന്ധത്തിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് എൻ്റെ മോൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നൊരു തോന്നൽ അവരിലുണ്ടെങ്കിൽ എല്ലാം പൂർണ്ണമായി. അതിന് നമ്മൾ എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത്. എങ്ങനെയാണ് നമുക്ക് പ്രകടിപ്പിക്കാം? അപ്പോൾ ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഇടയ്ക്ക് ഒരു ഉമ്മ കൊടുക്കും. ദിവസത്തിൽ ഒരു 5 ഉമ്മയെങ്കിലും കൊടുക്കും. കാലത്ത് കൊടുക്കും. അത് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കൊടുക്കും. അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്നിരിക്കുകയാണെങ്കിൽ തടിക്ക് പിടിച്ച് ഇങ്ങനെ ഒന്ന് ആട്ടും.
അല്ലെങ്കിൽ വൈകുന്നേരം കിടക്കുന്ന സമയത്ത് അമ്മ കിടന്ന് അമ്മയുടെ മേത്തേക്ക് തുണി എടുത്തിട്ട് പുതപ്പ് എടുത്തിട്ട് അമ്മയ്ക്ക് ഒരു ഉമ്മയും കൊടുത്തിട്ടാണ് ഞാൻ വന്ന് കിടക്കുള്ളൂ. അതല്ലേ, അത് ശരി ശരി. മോൻ ചെയ്യുന്നതാണോ മരുമോൾ ചെയ്യുന്നതാണോ അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം? അത് ഏത് മോനാ ചെയ്യാറല്ലേ? ഞാൻ കണ്ടതുള്ളൂ ബർത്ത്ഡേക്ക് മുടക്കണത് അമ്മയുടെ ബർത്ത്ഡേക്ക്. ആ, അമ്മയുടെ ബർത്ത്ഡേക്ക് ഭാര്യ ഉമ്മ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ? പക്ഷെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. എനിക്ക് തോന്നുന്നു ഇവർ പറയുന്നതിനകത്ത് ഒരു കാര്യമുണ്ട്. അതായത് ഈ പ്രായമായി കഴിയുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുള്ളത് പോലെ തന്നെയാണല്ലോ. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ നമ്മുടെ വാത്സല്യം പ്രകടിപ്പിക്കാനായിട്ട് ഉമ്മ കൊടുക്കും, അല്ലെങ്കിൽ ഒന്ന് താലോലിക്കും, കൊഞ്ചിക്കും, അല്ലെങ്കിൽ ഒരു തോണ്ടൊക്കെ കൊടുക്കും അല്ലേ? അതുപോലെ തന്നെ പ്രായമായി കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലേ, ചിലരിങ്ങനെ എന്താ പറയുക, കുഞ്ഞുമക്കളൊക്കെ ചെയ്യാൻ കണ്ടിട്ടുണ്ട് പ്രായമായ അപ്പനൊക്കെ. ശരിക്കും അവരച്ഛ കുട്ടികളെ പോലെ തന്നെയാണ്. നമ്മൾ അവരെ നന്നായിട്ട് കെയർ ചെയ്യുന്നു അവർക്കൊരു തോന്നലുണ്ടായാൽ അവര് സംതൃപ്തരായി. പക്ഷെ ചില മാതാപിതാക്കൾ ഭയങ്കര മാതാപിതാക്കൾ കുഴപ്പക്കാർ ഉള്ളവരുണ്ട്. അത് മക്കളും ഉണ്ടല്ലോ കുഴപ്പക്കാർ. മനുഷ്യരിൽ കുഴപ്പക്കാരെല്ലാവരും ഉണ്ടല്ലോ, മാതാപിതാക്കൾ മാത്രമല്ല. പക്ഷെ നമ്മൾ അവരെ ചേർത്ത് പിടിക്കണം. നമ്മൾ അവരെ ചേർത്ത് പിടിച്ച് ആ ഒരു മക്കളെന്ന നിലയിൽ ശരിക്കും നമ്മളതിന് കടപ്പെട്ടവരാണ്. വാത്സല്യം പ്രകടിപ്പിക്കണം അല്ലേ? വാത്സല്യം പ്രകടിപ്പിക്കണം. ആ, എപ്പോഴും ഉണ്ട് അല്ലെ, വാത്സല്യം പ്രകടിപ്പിക്കണം. നിങ്ങൾക്ക് തോന്നുന്നത് നല്ലൊരു കാര്യമാണല്ലേ? നിങ്ങളും ചിലപ്പോൾ ജീവിതത്തിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടാവുമായിരിക്കും. ഈ പ്രായമായ മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കാനുള്ള ഒരു വഴിയാണ് നമുക്ക് കഴിയാവുന്ന വിധത്തിലൊക്കെ അവരോട് വാത്സല്യം പ്രകടിപ്പിക്കുക. പിന്നെ ചില കുടുംബങ്ങളിൽ ഈ വാത്സല്യം പ്രകടിപ്പിക്കുന്ന രീതി ഇല്ല, അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത് പ്രകടിപ്പിക്കുന്നത് നല്ലതാണ് അല്ലെ? പ്രായമായി വരുമ്പോൾ കുഞ്ഞുങ്ങളോടെന്ന പോലെ തന്നെ ഒന്ന് വാത്സല്യത്തോടെ പെരുമാറുക. ചിലപ്പോൾ ഒന്ന് വിളിക്കുന്ന പേരായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അല്ലേ, ചിലരൊക്കെ പ്രായമായ അപ്പാപ്പന്മാരെയും അമ്മമാരെയൊക്കെ ചിലപ്പോൾ പേരൊക്കെ വിളിക്കും അല്ലേ? അവർക്ക് ഇഷ്ടം അത്. അതന്നെ. അങ്ങനെ അല്ലെങ്കിൽ ഒന്ന് ഒരു സ്പർശനം അല്ലെ, അങ്ങനെ ഒരു. എനിക്കത് ഏറ്റവും ആദ്യം തോന്നിയത് എന്റെ അപ്പാപ്പനല്ല. അപ്പാപ്പന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പാപ്പൻ ക്യാൻസർ ആയിട്ടാണ് മരിച്ചത്. അപ്പാപ്പന് അന്ന് ഇവിടെ ഔസേപ്പ് മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ഉണ്ട്, അവിടെ കൊണ്ടുവന്ന് ട്രീറ്റ് ചെയ്തോണ്ടിരുന്നത് എന്റെ ബാല്യത്തില്. അപ്പൊ ഞാനിങ്ങനെ അപ്പാപ്പനെ ഇതുപോലെ തന്നെ ശ്രദ്ധിക്കായിരുന്നു. അത് ശരി ശരി ശരി. അപ്പാപ്പനോട് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ കാരണന്മാരോട് എനിക്ക് മൊത്തത്തിൽ ഭയങ്കര ഇഷ്ടം. അതെ, പ്രായമായവരോട് ചിലർക്ക് അങ്ങനെ ഒരു പ്രത്യേക ക്യാരീസ് ഉണ്ട് കേട്ടോ. പ്രായമായവരോട് എൽഡർലി കെയർ അവരുടെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? നിങ്ങളിപ്പോൾ വളരെ ചെറുപ്പമാണല്ലോ. അപ്പോൾ പ്രായമായ മാതാപിതാക്കൾ വീട്ടിലുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നമുക്കൊരു നല്ലൊരു ബന്ധം അവരുമായിട്ട് സൂക്ഷിക്കാൻ നമ്മൾ മക്കൾ എന്ന നിലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ ചേട്ടൻ പറഞ്ഞ പോയിന്റ് കറക്റ്റ് ആയിരുന്നു. ഈ പ്രായമാകും തോറും ഒരു ഫിയർ കൂടും. അപ്പോൾ അവരാ ഫിയറിൽ നിന്ന് ചിലപ്പോൾ ഇങ്ങനെ വീട്ടിലിരുന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് ഇത് നോക്കിയോ അത് നോക്കിയോ. അതന്നെ, നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഉടനെ വിളിച്ചുകൊണ്ടിരിക്കും. ഒരു സെൻസ് ഓഫ് അഷുറൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ വല്യമ്മച്ചി മരിക്കുന്നതിന് കുറച്ച് മുമ്പായിട്ടൊക്കെ അമ്മച്ചിക്ക് ഫിയർ ഒക്കെ ഒത്തിരി കൂടിയായിരുന്നു. ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. അമ്മച്ചിക്ക് ആ പഴയ കാര്യങ്ങൾ ഓർമ്മ വരും. അമ്മച്ചി താറാവ് കൂടെ അടച്ചോന്നൊക്കെ ചോദിക്കും. ഞങ്ങൾക്ക് ആ സമയത്ത് ഒന്നുമില്ല, താറാവൊന്നും ഇല്ല വർഷങ്ങൾ. അപ്പൊ പക്ഷെ അമ്മച്ചിയോട് നമ്മൾ പറഞ്ഞാൽ മതി, അമ്മച്ചി താറാവ് കൂടൊക്കെ അടച്ചു, കുഴപ്പമില്ല. ആ ഒരു അഷുറൻസ് അവർക്ക് അത് ശരിയായിരിക്കും അല്ലെ? അപ്പൊ അവരുടെ സാഹചര്യം ഒന്ന് മനസ്സിലാക്കണം അല്ലെ? കുറച്ചും കൂടി ഒരു എമ്പതി നമുക്ക് വേണ്ടി വരും. മക്കൾക്ക് പ്രായമായ മാതാപിതാക്കളോട് ഒരു സഹാനുഭൂതി അല്ലേ? ഒരു പക്ഷേ അവർ പറയുന്നത് യാതൊരു ലോജിക്കും ഇല്ല അല്ലേ? നമ്മൾ ചിലപ്പോൾ പലവട്ടം പറഞ്ഞിട്ടും വീണ്ടും വന്ന് ചോദിച്ചുകൊണ്ടിരിക്കും, താറാവ് കൂടെ അടച്ചോ? അപ്പോൾ അങ്ങനെ പലവട്ടം ചോദിക്കുമ്പോൾ ചിലപ്പോൾ മക്കൾക്ക് ദേഷ്യം വരും. ഇത് എത്ര വട്ടം ഈ പറയണം, ഈ തള്ളയ്ക്ക് അവിടെ അങ്ങനെ പോയിരിക്കാൻ പാടില്ലേ, ചിലപ്പോൾ തോന്നിപ്പോവും അല്ലേ? പക്ഷെ അവിടെ ഒരു തോന്നിപ്പോവും, പറഞ്ഞു പോവും. ഞാനും പറയാറുണ്ട്, തള്ളക്കെന്ന് പറയാറില്ല. പക്ഷെ ഞാൻ പറയാറുണ്ട്, ഈ അമ്മയൊന്നും മിണ്ടാതിരിക്കുക, തലയ്ക്ക് തോരും തരില്ല. ഇപ്പൊ 1000 പ്രാവശ്യം ചോദിക്കുന്നത് ഞാൻ പറയാറുണ്ട്. പക്ഷെ പറഞ്ഞാലും പ്രവൃത്തിയിൽ നമ്മൾ അത് കാണിക്കാൻ പാടില്ല. അതെ. അവരോടൊരു സഹാനുഭൂതി. പ്രായമായി വരുമ്പോൾ ഒരു പക്ഷേ ഓർമ്മക്കുറവ് വരും അല്ലേ? ഈ പറഞ്ഞ രീതിയിൽ ഒരു ഭയം കൂടുതലായിട്ട് തോന്നി തുടങ്ങും അല്ലേ? കുഞ്ഞുങ്ങൾ പെരുമാറുന്നതിനൊന്നും ലോജിക്കില്ലല്ലോ. അതുപോലെ തന്നെ പ്രായമായി വരുമ്പോഴും ചിലപ്പോൾ നമ്മൾ പറയുന്ന രീതിയിലൊന്നും ചിലപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കിടക്കാൻ പറഞ്ഞാൽ അവർക്ക് അങ്ങനെ കിടക്കാൻ പറ്റില്ല. അവർ ചിലപ്പോൾ തിരിഞ്ഞു കിടക്കും. അപ്പോൾ നമുക്ക് ദേഷ്യം വരും. ഇതിനോ എത്ര പ്രാവശ്യം പറഞ്ഞു, അപ്പുറത്ത് മുറിവുണ്ടാവും. പക്ഷെ ആ മുറിവൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവരോട് കുറച്ചും കൂടി ഒരു സഹാനുഭൂതി, അവരുടെ ഷൂവിൽ നിന്നിട്ട് അവരുടെ ചെരുപ്പിൽ നിന്നിട്ട് ഒന്ന് അവരെ ചിന്തിക്കാൻ പറ്റുക, അതൊരു നല്ലൊരു കാര്യമാണ്. സഹാനുഭൂതി വേണം. അതുകൂടാതെ വേറെ എന്തെങ്കിലും നിങ്ങളുടെ ജിംസി, നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്തെങ്കിലും നമുക്ക് മാതാപിതാക്കളുടെ ജീവിതം നല്ലൊരു ഊഷ്മളതയുള്ളതാക്കി മാറ്റാൻ എന്തെങ്കിലും? അവരെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യേണ്ടതുള്ള അവർക്ക് ബോധ്യപ്പെടണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിയണം, അവരെ സ്നേഹിക്കണം, അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണം. കുറച്ച് സമയം നമ്മൾ എത്ര തിരക്കുണ്ടായാലും കുറച്ച് സമയം അവരുടെ കൂടെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം എപ്പോഴും. അവർക്ക് കുറെ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ പഴയ കാര്യങ്ങളായിക്കോട്ടെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഭയങ്കര കേൾക്കാൻ ആരെങ്കിലും വേണമെന്ന് ഭയങ്കര. അപ്പൊ അതിന് കുറച്ച് സമയം നമ്മൾ മാറ്റി വെക്കണത് നല്ലതായിരിക്കും. അതായത് അവരുടെ കൂടെ നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം അല്ലേ? അവരൊന്ന് കേൾക്കണം. കുറച്ച് സമയമെങ്കിലും
പക്ഷെ അവരിങ്ങനെ വെറുതെന്ന് ഇങ്ങനെ പറയൂലോ. അങ്ങനത്തതുണ്ടല്ലോ, കുറേ കുറച്ച് പറയും. 10 മിനിറ്റ് ആയിക്കോട്ടെ, എന്നാലും എന്നാലും കുറച്ചല്ലേ. ഇരിക്കണത്. പിന്നെ ഈ പ്രായമായ എന്റെ മാതാപിതാക്കൾക്ക് ഒരു അനുഭവത്തിൽ കൂടെ പറയണതാണ് കേട്ടോ, അത് അതെ അതെ അവർക്ക് ഇഷ്ടമാണ്. ഈ പ്രായമായ മാതാപിതാക്കൾക്ക് ഈ പഴയ കാര്യങ്ങൾ പറയുന്നത് ഭയങ്കര ഭയങ്കര ഇഷ്ടാ. അല്ലേ? അത് പ്രായമായി കഴിയുമ്പോ അവരെ കേൾക്കാൻ അധികം ആൾക്കാര് ഉണ്ടാവില്ല. അപ്പൊ അത് കാരണം നമ്മൾ കുറച്ച് സമയം അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ശരിക്കും നമ്മുടെ അവരുടെ പ്രായമായപ്പോൾ പഴയ കാര്യങ്ങൾ, അതായത് പണ്ട് അപ്പൻ എങ്ങനെയായിരുന്നു, അന്നത്തെ കാലത്ത് എങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ നന്നായിട്ട് വിലമതിക്കുന്ന പോലെ അവർക്ക് തോന്നും അല്ലേ? അപ്പം അങ്ങനെ കുറച്ച് നേരം ബോധപൂർവ്വം തന്നെ സംസാരിച്ച് സ്പെൻഡ് ചെയ്യുന്നത് ശരിക്കും നല്ലൊരു ഫുഡ് കൊടുക്കുന്നതിനേക്കാൾ നല്ലതാണല്ലേ? പഴങ്കഥകൾ ഒരുപാട് അവർക്ക് അറിയാൻ അതെ, പറ്റും. അതെ, പണ്ടത്തെ ഇപ്പോഴത്തെ പുരാണങ്ങൾ കൊച്ചുങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് ചോദിക്കും. അവരിങ്ങനെ അന്ന് ഞങ്ങൾ മലയ്ക്ക് പോയപ്പോ അവിടെ ആനയെ കണ്ടു, പുലിനെ കണ്ടു, മറ്റേ കണ്ടു. പിന്നെ നമ്മളെ മടിയിൽ വെറുതെ ഒരു ഇത്തിരി നേരം കിടന്ന അവര് വെറുതെ ഒന്നുമല്ല നമ്മുടെ തലയിൽ കൈയോടും അല്ലെങ്കിൽ അവരുടെ തലയിൽ ഒന്ന് കൈയോടിക്കുക, അതൊക്കെ ചെയ്യുമ്പോ എന്ന് പറഞ്ഞാൽ അവര് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഭയങ്കര ഹാപ്പിയാണ്. 100 വയസ്സിലാണ് നമ്മുടെ അപ്പൻ മരിച്ചത്. അപ്പൊ അതുവരെയും മരിക്കുന്നതിന്റെ 3 ദിവസം മുമ്പ് വരെ ആൾ എഴുന്നേറ്റ് പോർന്നു. 365 ദിവസം പള്ളിയിൽ പോകും അപ്പൂനും. അങ്ങനെ പോയിരുന്ന അത് ശരിയാ. ആ ഒരു വിശ്വാസം അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോ ഈ വാത്സല്യം, സഹാനുഭൂതി അതിനോടൊപ്പം തന്നെ വേണ്ട ഒരു കാര്യമാണ്. അവരോടൊപ്പം ഒന്ന് കുറച്ചു നേരം ഒന്ന് സംസാരിക്കാനായിട്ട്, ഒന്ന് അവർ കേൾക്കാൻ, സംസാരത്തേക്കാൾ കൂടുതൽ കേൾക്കാൻ, അവരുടെ പണ്ടത്തെ കഥകളൊക്കെ ഒന്ന് കേൾക്കാനായിട്ട് ഒന്ന് അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഇഷ്ടമായിരിക്കും അല്ലേ? പണ്ട് അപ്പച്ചൻ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്തത്, അമ്മച്ചി ഇത് എങ്ങനെയാണ് തന്നത്, അല്ലെങ്കിൽ അവർ തമ്മിൽ കണ്ടുമുട്ടിയ കാര്യം നിങ്ങൾ പ്രണയിച്ചോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ നല്ലൊരു ഉണർവാണ്. അവരൊന്ന് ശ്രദ്ധിക്കേണ്ട, സ്നേഹിക്കേണ്ടെന്നുള്ള ഒരു തോന്നലൊക്കെ കൂടുതലും അവർക്ക് കിട്ടും. അവരുടെ ആവശ്യങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കാം. ഓക്കെ, കൊള്ളാം, വെരി ഗുഡ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്തായിരിക്കും? അതായത് നമ്മള് എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. അതായത് നമ്മൾ പ്രായമായ ആൾക്കാരെ പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാൽ മക്കൾ ചെയ്യുന്ന കാര്യം വെച്ചാൽ അവര് ഔട്ടിംഗ് ഒക്കെ പോകും. ശരിയാ, മക്കൾ ഔട്ടിങ്ങിന് പോകും. അപ്പോൾ പേരൻസ് അങ്ങ് വീട്ടില് ഇരിക്കുന്നൊരു കണ്ടീഷൻ വരാറുണ്ട്. അതെ അതെ അതെ. അപ്പോൾ അത് അവരെ വല്ലാതെ ഒറ്റപ്പെടുത്തുന്ന ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്നതായിട്ട് തോന്നും. അതായത് അവര് പോകുന്നു, ഞാൻ ആരോഗ്യം ഉണ്ടായിരുന്ന കാലത്ത് ഞാനും പോയത്, പക്ഷെ ഇപ്പൊ കണ്ടില്ല എന്നെ ഒറ്റക്കാക്കി അവര് പോവാണെന്നുള്ള ഒരു തോന്നൽ. അപ്പോൾ ഒരു പ്രായമാകുന്ന മാതാപിതാക്കൾ വീട്ടിലുണ്ടെങ്കിൽ, ഇപ്പൊ എന്റെ പേരൻസ് അത്ര മാത്രം ഏജ്ഡ് ആയിട്ടില്ല, ഇൻ കേസ് ഇനി ഫ്യൂച്ചറിൽ അവർ ഏജ്ഡ് ആവുകയാണെങ്കിൽ തന്നെ അവർക്ക് പറ്റാവുന്ന കാലവും നമ്മൾ പോകുമ്പോൾ നമ്മുടെ കൂടെ അവരെ ഒന്ന് കൂടെ കൊണ്ടുപോവാന്നുള്ളത് ഒരു ഫീലിംഗ്, കൺസിഡറേഷൻ കൊടുക്കുന്ന ഇത് ഫീൽ ചെയ്യുന്നതായിട്ടാണ്. പക്ഷെ അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടിയുള്ള ഒരു സമയത്തിൽ അവരത് കടന്നു കയറുന്നത് ശരിയാണോ? അത് നമുക്ക് എത്രയോ സമയങ്ങൾ വേറെയുണ്ട്. അതിനെ കുറിച്ച് നിത്യക്ക് എന്ത് തോന്നുന്നു? നിത്യ അങ്ങനെ കൊണ്ടുപോകുന്നത് ശരിയാവോ? അങ്ങനെ എല്ലായ്പ്പോഴും കൂടെ പോകുമ്പോ കൊണ്ടുപോകാൻ എല്ലാവരും ഉദ്ദേശിച്ചത്. നമ്മളിപ്പോ പോകുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോകാൻ പറ്റാത്ത ചില സ്ഥലങ്ങൾ ഉണ്ടാവും നമുക്ക് പേഴ്സണലായിട്ട് പോകുന്ന. അല്ലാത്ത സമയത്ത് നമ്മളിപ്പോ കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നുണ്ടെങ്കിലും അവരെ നമുക്ക് കൊണ്ടുപോകാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് മാത്രമായിട്ട് പോകാവുന്ന സമയമുണ്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ മാതാപിതാക്കളെയും കൂടി ഇതുപോലൊക്കെ ഒന്ന് അല്ലേ, പ്രത്യേകിച്ച് ഈ അവരുടെ പഴയ കാലമൊക്കെ ഇപ്പൊ വേറെ എവിടെയെങ്കിലും വീട്, അവിടേക്ക് ഒന്ന് കാണിക്കാൻ കൊണ്ടുപോയാൽ ഭയങ്കര സന്തോഷമാണ്. അതോടൊപ്പം ചിലപ്പോൾ അവരുടെ കൂടെ കളിച്ച് വളർന്ന ചിലരൊക്കെ പ്രായമായി വേറെ ഏതെങ്കിലും വീട്ടിലുണ്ടാവും. അപ്പോൾ അവരെ കാണിക്കാനായിട്ട് ഒന്ന് കൊണ്ടുപോവുക, അതൊക്കെ അവരെ സംബന്ധിച്ച് ഭയങ്കരമായ ഒരു ശരിക്കും ഒരു ഫീസ്റ്റ് പോലെയാണ്, ഒരു സന്തോഷമാണ്, തിരുനാൾ പോലെയാണ്. ഓക്കെ. കാരണം ഫാദറിന്റെ വഴി കൂടി അമ്മയുടെ വീടിന്റെ വഴിക്കൊക്കെ പോകുമ്പോ ഇപ്പോഴും അവര് ഇപ്പോഴും വലിയ എനർജറ്റിക് ആണ്. എന്തിനാണ് അവരെ പോകുമ്പോ ഞങ്ങൾ അന്ന് അവിടെ ഇങ്ങനെ ഇത് ചെയ്തു അങ്ങനെ പറയുന്ന ഒരു ഇതൊക്കെ കണ്ടിട്ടുള്ളത്. പറ്റുന്ന സമയങ്ങളിൽ വരെയൊക്കെ അവരെ ശരിക്കും പറഞ്ഞാൽ ഒരുമിച്ച് ഉല്ലസിക്കാൻ സന്ദർഭം കിട്ടുമ്പോഴൊക്കെ അവരെയും കൂടി കൂട്ടി ചേർക്കുക അല്ലെ? ഇപ്പൊ ശരിക്കും നിങ്ങളുടെ മക്കള് നിങ്ങൾ ഒരുമിച്ച് ഉല്ലസിക്കുന്ന കുറെ സന്ദർഭങ്ങളുണ്ട്. പക്ഷെ പ്രായമായ മാതാപിതാക്കളെയും കൂടി ഉൾപ്പെടുത്താൻ കഴിയുന്ന കുറച്ച് സന്ദർഭങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം, ബോധപൂർവം ഇതിനകത്ത് ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പം ഞാൻ എൻ്റെ അനുഭവത്തിൽ കുറച്ച് വീടുകളിൽ കയറി ചെല്ലുമ്പോൾ നമ്മളെ അവരോടൊക്കെ സംസാരിച്ചു, അവരുടെ ഭാര്യ വരുന്നു, മക്കൾ വരുന്നു, അമ്മയെ പരിചയപ്പെടുത്താറില്ല. അത് ഏറ്റവും വലിയ വേദനാജനകമായ ഒരു അവസ്ഥയാണ്. നമ്മൾ അമ്മ എവിടെയാണെന്ന് ചോദിച്ചു പോയി കാണേണ്ട ഒരു അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട്. നേരെ മറിച്ച് നമ്മുടെ വീട്ടിലൊരാൾ വരുമ്പോൾ നമ്മൾ അമ്മയോടെ ഉണ്ട് കേട്ടോ എന്ന് അവരോട് പറഞ്ഞാൽ, അമ്മ കിടക്കുകയാണെങ്കിൽ അമ്മയെ പോയി കാണുന്ന ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കണം. അവർക്കത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. വരുന്ന ഒരു അതിഥി അമ്മയെ കണക്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത് വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വരുമ്പോൾ പ്രായമായ മാതാപിതാക്കൾ ചിലപ്പോൾ ഒരു മുറിയിൽ വിശ്രമിക്കായിരിക്കും അല്ലേ, അവർ കിടപ്പാണ്, പക്ഷെ അമ്മയുണ്ട്, ഒന്ന് കണ്ടിട്ട് പോകാന്ന് പറഞ്ഞ് നമ്മൾ അമ്മയുടെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോകുമ്പോൾ അത് അവർക്ക് നല്ലൊരു ഫീലായിരിക്കും. അതായത് ഞങ്ങളെ പരിഗണിക്കുന്നു എന്നൊരു ഫീല് കിട്ടും. അവരുമായിട്ട് നല്ലൊരു ബന്ധം, ഊഷ്മളമായ ബന്ധം വളർത്തിയെടുക്കാൻ വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ മാതാപിതാക്കൾക്ക് അവർക്ക് പ്രായമാകുമ്പോൾ നമ്മളുമായിട്ടുള്ള ബന്ധം ഊഷ്മളമായി നിലനിർത്തുന്നതാണല്ലോ ചർച്ച. അതെ, എനിക്ക് തോന്നുന്നു അതിൽ ഞങ്ങൾ രണ്ടുപേരും കണ്ടിട്ടുള്ളൊരു കാര്യം, ഞങ്ങളുടെ രണ്ടുപേരുടെ മാതാപിതാക്കൾ ഞങ്ങളൊരു കുടുംബമായിട്ട് മാറിയതിന് ശേഷം
നിർദ്ദേശങ്ങൾ ഒത്തിരി കുറഞ്ഞു, അഭിപ്രായങ്ങളാണ് കൂടുതൽ. എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് നിർദ്ദേശങ്ങളാണ് കൂടുതൽ. ഈ നിർദ്ദേശം അഭിപ്രായം തമ്മിലുള്ള ഒരു വ്യത്യാസം. അതെ അതെ, ഈ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്നല്ലേ? അതെ, ശരി. ഞങ്ങൾ രണ്ടുപേരെ മാതാപിതാക്കൾ അക്കാര്യത്തില് അതെ 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 വളരെ നമുക്ക് ഈ മാതാപിതാക്കളുടെ ഭാഗത്ത് എന്ത് ചെയ്യാൻ നമുക്ക് ആലോചിക്കാം കേട്ടോ. ഇപ്പൊ നമ്മൾ മക്കളുടെ ഭാഗത്ത് എന്ത് ചെയ്യാന്നാണ് പരിശോധിക്കുന്നത്. ഒരു നമ്മൾ അതിനുള്ള അധികം സ്പേസ് ഇവിടെ കൊടുക്കാതിരുന്നാൽ മതി. അതെ അതെ അതെ, നിർദ്ദേശം കുറയും. നമ്മൾ ആയിട്ടുള്ള. അതെ അതെ. പക്ഷെ അതായത് ഇതിനകത്ത് മറ്റൊരു കാര്യമുള്ളത്, ഇപ്പൊ മക്കളെന്ന നിലയിൽ നിങ്ങളുടെ വീട്ടിൽ പല തീരുമാനങ്ങളും നിങ്ങൾ എടുക്കൂലോ, നിങ്ങളാണ് എടുക്കേണ്ടത്. നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ പ്രായമായ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരോടൊന്ന് ആലോചന ചോദിക്കുക, അഭിപ്രായം ചോദിക്കുക. അത് അവരെ സംബന്ധിച്ച് വളരെ വലിയൊരു തീർച്ചയായിട്ടും ഒരു കാര്യമാണ് അല്ലേ? ഇപ്പോൾ എന്താ പറയുക, ഒരു കുഞ്ഞുണ്ടാകുന്നു, കുഞ്ഞിന് പേരിടണം അല്ലേ? അപ്പോൾ പ്രായമായ മാതാപിതാക്കൾ നമ്മുടെ വീട്ടിലുണ്ട്. പേരിടേണ്ടത് കുഞ്ഞിൻ്റെ മാതാപിതാക്കളാണ്. പക്ഷേ പ്രായമായ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരോടുകൂടി ഒന്ന് ആലോചന ചോദിക്കുക. കുഞ്ഞിന് ഇങ്ങനെ ഒരു പേരിടാനാണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? അപ്പോൾ അവർക്ക് എന്തോ വലിയൊരു കാര്യം നടന്ന പോലെ ഒരു ഫീൽ അവർക്ക് കിട്ടത്തില്ലേ അല്ലേ? അപ്പോൾ ആലോചന ചോദിക്കുന്നത് അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, പിന്നെ എന്തായിരിക്കും വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടോ മിനു? എനിക്ക് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഗ്രാൻഡ് പാരൻസ് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഈ മക്കള് അവരുടെ പാരന്റ്സിനോട് പോലെ തന്നെ കൊച്ചുമക്കൾക്കും ഗ്രാൻഡ് പാരന്റ്സിനോട് വലിയൊരു റോളുണ്ട്. അപ്പൊ ഈ ഇപ്പം ജിംസേജി പറഞ്ഞല്ലോ, നമ്മൾ അവരോട് സംസാരിക്കാനൊക്കെ സമയം എടുക്കണമെന്ന്. ആക്ച്വലി ആ ഒരു റോള് കൊച്ചുമക്കൾ ചെയ്യുകയാണെങ്കിൽ തന്നെ കൊച്ചുമക്കൾക്ക് കുറെ സംസാരിക്കാനും അവർക്ക് ഈ കൊച്ചുമക്കളോട് കഥ പറയാനും നല്ലൊരു ഇതുണ്ട്. അപ്പം കൊച്ചുമക്കൾ എനിക്ക് തോന്നുന്നു നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. അതനുസരിച്ചിട്ട് ആ പക്ഷെ പൊതുവെ കൊച്ചുമക്കൾക്ക് ഈ പ്രായമായ തലമുറയിലുള്ളവരുമായിട്ട് സംവദിക്കാന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ജനറേഷൻ മാറുന്നതോട് അതിനനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട്. കാരണം എൻ്റെ സമയത്ത് എനിക്ക് എൻ്റെ എൻ്റെ ഗ്രാൻഡ് ഫാദറിന്റെ ചാച്ചനെ വിളിക്കണേ, ചാച്ചനെ നടക്കാൻ കൊണ്ടുപോകാനും സംസാരിക്കാനും ഒക്കെ ഭയങ്കര താല്പര്യമുള്ള കാര്യമായിരുന്നു. അതുപോലെ മൊബൈൽ ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇപ്പൊ ഇതൊക്കെ വന്നോടുകൂടി ഇത്രയും കരുതലോടെ നോക്കുന്ന എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ മക്കൾ അങ്ങനെ എൻ്റെ അമ്മയോട് പെരുമാറണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് എനിക്കത് കിട്ടാതെ പോകുന്നുണ്ട്. ഞാൻ അതിൽ വലിയ വേദന ഉള്ള ഒരാളാണ്. കാരണം ഞാൻ ആഗ്രഹിക്കുന്ന പോലെ, അത് ചിലപ്പോൾ എന്റെ തെറ്റായിരിക്കാം, കുറച്ചുകൂടി ഞാൻ ചെയ്യുന്ന പോലെയൊക്കെ അവരും കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ആ സ്നേഹം പ്രകടിപ്പിക്കണമെന്ന്. പക്ഷെ അവരിൽ നിന്ന് ഇഷ്ടക്കുറവുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ കാണിക്കുന്ന ഒരു സ്നേഹം എൻ്റെ മക്കള് എൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്നില്ല എന്ന് എനിക്കൊരു തോന്നലുണ്ടായിട്ടുണ്ട്. അതെ, പക്ഷേ മീനു പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് മാതാപിതാക്കളെ, പ്രായമായ മാതാപിതാക്കളെ സംബന്ധിച്ച് കുഞ്ഞു മക്കൾ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ നമ്മളോടുന്നതിനേക്കാൾ വലിയൊരു ഹാരമാണ്. അവരെ കാണുന്നതും അവരെ കളിപ്പിക്കുന്നതും ഒക്കെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഈ കുഞ്ഞു മക്കൾക്ക് അവരുടേതായ ഒരു സ്വാതന്ത്ര്യം അവരെപ്പോഴും ആഗ്രഹിക്കുമല്ലോ. കുഞ്ഞു മക്കൾ എപ്പോഴും മൊബൈൽ നോക്കിയിരിക്കുന്നത് ഇവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇവരെന്തെങ്കിലും പറയും. ഇവർ പറയുന്നത് മാത്രമല്ല, ഇവർ നമ്മുടെ അടുത്ത് വന്നിട്ട് പരാതി പറയും, അവൻ അത് ചെയ്യുന്നു. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ പ്രായമായവരോടൊരു ചെറിയൊരു ഈർഷ്യ തോന്നും. അപ്പം നമ്മളാണ് അതിനെ മാനേജ് ചെയ്യേണ്ടത്. അത് മോനെ, അത് അമ്മ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞാലോ, നീ അതല്ലാതെ നമ്മൾ ചിലപ്പോൾ മാതാപിതാക്കളോട് ചെറിയ വിഷമം ഉണ്ടെങ്കിൽ അത് മക്കളോടൊപ്പം നിന്നിട്ട് നമ്മൾ തിരിച്ച് കുറ്റപ്പെടുത്തിയാൽ കാര്യങ്ങൾ കുറച്ചും കൂടി പ്രശ്നമായി. അപ്പോൾ ഈ ഗ്രാൻഡ് പേരൻസും ഗ്രാൻഡ് ചിൽഡ്രനും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാകാൻ ഒരു ചെറിയൊരു ഫെസിലിറ്റേഷൻ നമ്മൾ നടത്തേണ്ടതുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടോ? പ്രായമായ മാതാപിതാക്കളും മക്കളും തമ്മിലൊരു ഊഷ്മളമായ ബന്ധത്തിന് എനിക്ക് തോന്നുന്നു നമ്മൾ എന്താ പറയുക, പ്രായമായ മാതാപിതാക്കളോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം അല്ലേ? അവർ നമുക്ക് വേണ്ടി ചെയ്തു തന്ന കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും അല്ലേ? ശരിക്കും അന്ന് അപ്പനൊക്കെ അധ്വാനിച്ചുകൊണ്ടാട്ടോ ഇപ്പോഴും നമുക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റിയത് എന്ന് അവരുടെ മുമ്പ് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തോ ജീവിത സാഫല്യം അല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഇങ്ങനെയൊക്കെ പറയണമെന്ന്. പക്ഷെ ഈ തിരക്കിനിടയിൽ നമ്മൾ വിട്ടുപോകും. അനുദിന ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങൾ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിത് വിസ്മരിക്കും. പക്ഷേ അതിനകത്ത് സഫർ ചെയ്യുന്ന നമ്മളൊക്കെ ഈ പ്രായത്തിൽ ഓടി നടക്കുന്നവരാണ്. നമുക്ക് എന്തുമാത്രം കൂട്ടുകാരുണ്ട്, എന്തുമാത്രം ജോലി ചെയ്യാനുണ്ട്, എന്തുമാത്രം പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം നമുക്കതൊരു ഹരമാണ്. പക്ഷെ നമ്മുടെ വീട്ടിലെ പ്രായമായ മാതാപിതാക്കളെ സംബന്ധിച്ച് അവരൊരു സായാഹ്നത്തിലാണ്. സായാഹ്നം നല്ല ശോഭയുള്ളതാണ്. പക്ഷേ നമ്മുടെ കൂടെ ഉള്ളവർ അവരെ മനസ്സിലാക്കിയില്ലെങ്കിൽ അത് വളരെ വളരെ ഒരു ദുസ്സഹമായ ഒറ്റ വഴിയുണ്ട്. നമ്മളൊരു ചിന്തിച്ചാൽ മതി, നമ്മളൊരു ആത്മപരിശോധന നടത്തിയാൽ മതി. നമ്മളും 10-15 വർഷം കഴിഞ്ഞാൽ ഈ അവസ്ഥയാണെന്ന് ചിന്തിച്ചാൽ മതി. അതെ അതെ. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ തലമുറയുടെ ഒരു പ്രത്യേകത എന്നറിയാമോ? ഇപ്പോഴത്തെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. ഭാവി നമുക്കിങ്ങനെ വരുമെന്നൊന്നും, കാരണം ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനാണ് ഇപ്പോൾ ഉള്ളതാണ് നമ്മുടെ രീതിയിലുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പ്രത്യേകമായൊരു പരിഗണന പ്രായമായ മാതാപിതാക്കൾക്ക് കൊടുക്കാൻ ഒത്തിരിയേറെ വഴികൾ നമ്മുടെ മുമ്പിലുണ്ട്. ഓരോ ദിവസവും ബോധപൂർവം തന്നെ ഇപ്പം നമ്മൾ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, വാത്സല്യം പ്രകടിപ്പിക്കുക എല്ലാ ദിവസവും ചെയ്യാവുന്ന കാര്യമാണ് അല്ലേ?
അവരുടെ നേട്ടങ്ങളൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർമ്മിപ്പിക്കുക. നമ്മൾ ഒരു 2 വട്ടം പറഞ്ഞു വെച്ചാൽ ഒരു കുഴപ്പമില്ല, ഒരു ദിവസം തന്നെ. കാരണം അവർ പലതും നമ്മൾ പറയുന്നത് അപ്പം തന്നെ മറക്കും. അപ്പോൾ വീണ്ടും പറയുമ്പോൾ അവർക്കൊരു സന്തോഷമാണ്. മാത്രമല്ല അവർ നമ്മുടെ ആലോചന നടത്തുക, അവരുമായിട്ട് ആലോചന നടത്തുക. കൂടാതെ അവരുടെ എന്താ പറയുക പഴയ കാല കാര്യങ്ങൾ കേൾക്കാനായിട്ട് ഒന്ന് ഇരുന്ന് കൊടുക്കുക, അവരുടെ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുക. പിന്നെ ചില മക്കളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, മാതാപിതാക്കൾ പ്രായമായി കഴിയുമ്പോൾ അവരുടെ മുറിയൊക്കെ ഒന്ന് വൃത്തിയായിട്ട് സൂക്ഷിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവർ കിടക്കുന്ന ഒരു മുറി അല്ലേ, ചിലരൊക്കെ നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെ വാല്യൂ ചെയ്യുന്നതിൻ്റെ പ്രത്യേകതയാണല്ലോ. അതുപോലെ വീട്ടിൽ അതിഥി വരുമ്പോൾ അവരെ കെയർ ചെയ്യുക. ആ അതിഥിയും ഈ പറഞ്ഞവരുമായിട്ട് ഒരു ഒരു സംഭാഷണം പോസിബിൾ ആണെങ്കിൽ അതിനുള്ള വഴികൾ ഒരുക്കുക. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം അല്ലേ. പക്ഷേ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ മരുമക്കൾ മക്കൾ 2 കൂട്ടരുണ്ടല്ലോ. നമ്മുടെ അപ്പനും അമ്മയാവുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. പക്ഷേ ഈ മരുമക്കൾക്ക് അത് ഉണ്ടാവണമെന്നില്ല. അതുണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ കൂടെയുള്ള ഈ ഭാര്യയ്ക്കും നമ്മുടെ അമ്മയോട് നമ്മുടെ അപ്പനോട്, ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ വീട്ടിൽ ആമ്പിള്ളേരുടെ വീട്ടിലാണല്ലോ മിക്കവാറും ഈ മാതാപിതാക്കൾ താമസിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ മരുമക്കൾക്ക് ഇവരോട് ഒരു അടുപ്പുണ്ടാവാൻ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണ്? അവരാണത് ചെയ്യേണ്ടതെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. മാതാപിതാക്കളാണ് അത് ചെയ്യേണ്ടത്. മാതാപിതാക്കൾ ചെയ്യണം. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവര് സ്നേഹം കൊടുത്താലേ ഇവരുടെ സ്നേഹം അവർക്ക് കിട്ടുള്ളൂ. നമ്മൾ നമ്മുടെ അപ്പനും അമ്മ ആയതുകൊണ്ട് സ്നേഹിക്കും. കറക്റ്റ് ശരിയാണ്. അവരുടെ ഭാഗത്ത് ചെയ്യണം, അത് നിൽക്കട്ടെ, അത് നമുക്ക് വരാം. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം നിങ്ങളുടെ വീട്ടിൽ അപ്പനമ്മയുണ്ട്. അമ്മേനെ പൊന്നുപോലെ അല്ലെങ്കിൽ അപ്പനെ പൊന്നുപോലെ നോക്കണം. നിങ്ങളുടെ ജീവിത പങ്കാളിയാണല്ലോ പല കാര്യങ്ങളും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കാം, വസ്ത്രം അലക്കി കൊടുക്കാം, അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാം. പക്ഷെ അത് അവർക്ക് നല്ല സന്തോഷത്തോടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം എന്താ? അല്ല, എനിക്ക് തോന്നുന്നത് ഈ നോയൽ എന്താണോ നോയലിന്റെ പേരൻസിന് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്, അതേപോലെ നോയൽ എന്റെ പേരൻസിനെ കാണുമ്പോൾ ശരിയാണ്. ഇവരുടെ പേരൻസിനെ അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അല്ലേ. ഇപ്പോൾ ഇവരുടെ വീട്ടിൽ ഇവരുടെ പ്രായമായ മാതാപിതാക്കളുണ്ട്. നമ്മളിടയ്ക്ക് സന്ദർശിക്കണ്ടേ അല്ലേ? ഇടയ്ക്ക് ചിലപ്പോൾ നമ്മുടെ ജീവിത സഖി അവിടെ ഒന്ന് ഒരാഴ്ച നീ അവിടെ പോയി നിൽക്ക്, അമ്മയുടെ കാര്യം ഒന്ന് നോക്ക് അല്ലേ. അതൊരു ഓപ്ഷനാണ്, അത് നല്ലൊരു കാര്യമാണ് അല്ലേ. അവരുടെയും മാതാപിതാക്കൾക്ക് അവർ അല്ലേ. അപ്പം നമ്മൾ അവരുടെ മാതാപിതാക്കളെ കെയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് നമ്മുടെ മാതാപിതാക്കളെ കെയർ ചെയ്യാനുള്ള ഒരു പ്രേരണ ഉണ്ടാവും. അതുകൂടാതെ വേറെ എന്തെങ്കിലും പിന്നെ എന്താ പറയാൻ വന്നല്ലോ? അല്ല, നമ്മളുടെ സിസ്റ്റേഴ്സ് ചെല്ലുന്ന വീട്ടിലും അവരുടെ കാരണന്മാരെ അതുപോലെ തന്നെ നോക്കാൻ നമ്മൾ ഇവരെ ട്രെയിൻ ചെയ്ത് വിടണം ശരിക്കും. നമ്മുടെ പെങ്ങന്മാരെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. തീർച്ചയായിട്ടും അത് അവരുടെ പ്രതികരണം അതുപോലെ തന്നെ ആയിരിക്കും. അതെ തന്നെ, തീർച്ചയായിട്ടും പറയൂല. അതെ അത് ശരിയാണ്. ചില ആംഗളമാർ ചെയ്യണത് പെങ്ങന്മാരെ വിളിച്ചിട്ട് ഇവിടുത്തെ അപ്പനമ്മേനെ നോക്കാൻ പറയും. അവിടുത്തെ അപ്പനമ്മ ഇവിടെ ഉണ്ട് അല്ലേ. അപ്പൊ അത് കണ്ടാ നമ്മുടെ ഭാര്യ പഠിക്കുന്നത്, മനസ്സിലാകുന്നുണ്ടോ? അതൊരു നല്ല കാര്യമാണ്. സ്വന്തം പെങ്ങന്മാരെ പ്രോത്സാഹിപ്പിക്കുക. അവരുടെ വീട്ടിൽ ചെന്നുമ്പോൾ അവരുടെ ഭർത്താവിന്റെ മാതാപിതാക്കൾ നോക്കുക എന്നുള്ളത്. ഓക്കെ, പിന്നെ അതിന് വേറെ എന്തെങ്കിലും? പള്ളിയിലൊക്കെ പോകാനായിട്ട് താല്പര്യപ്പെട്ട് കിടപ്പിലാവുന്ന, അതായത് കിടപ്പാവാൻ പ്രായമാകുന്നതിന് മുമ്പ് കിടപ്പിലാക്കുന്ന കുറെ കാരണന്മാര് അതുണ്ട്. അവരൊക്കെ വേണമെങ്കിൽ കാറില്ലാത്ത ആരും തന്നെ ഇല്ല. ഒരു ഞായറാഴ്ച ഒരു പള്ളിയിൽ കൊണ്ട് അവരുടെ ആത്മീയമായ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാനായിട്ട് സന്തോഷമായിരിക്കും. അത് വളരെ സന്തോഷമാണ്. ഓക്കെ, പക്ഷെ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഒരു ബന്ധം വളരെ പ്രധാനപ്പെട്ടതല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രായമായ മാതാപിതാക്കളെ നിങ്ങളുടെ ജീവിത സഖി പൊന്നുപോലെ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിത സഖിയെ പൊന്നുപോലെ നോക്കണം. വേണ്ടേ? അതാണ് കറക്റ്റ്. അത് വേണം, അത് പൊന്നുപോലെ നോക്കണം. പക്ഷെ പലപ്പോഴും പുരുഷന്മാർക്ക് പറ്റുന്ന അബദ്ധം എന്നാണെന്നറിയാമോ? അമ്മയെ നോക്കിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കും. അപ്പോൾ ഭാര്യയ്ക്ക് തോന്നുന്ന കാര്യം എന്താ? ഈ ആ കാര്യം പ്രധാനപ്പെട്ടത് അമ്മയാണോ ഞാനാണോ? ഏത് അമ്മയെ പ്രതി നമ്മളുമായിട്ട് വഴക്കുണ്ടാക്കുകയാണെന്ന്. അപ്പോൾ പ്രയോറിറ്റി ലെവല് ഭാര്യ തെറ്റിദ്ധരിക്കും, പ്രശ്നം. അതുകൊണ്ട് ശരിക്കും നമ്മുടെ പ്രായമായ മാതാപിതാക്കൾ നമ്മുടെ ജീവിതസഖി പൊന്നുപോലെ നോക്കണമെന്നുണ്ടെങ്കിൽ ആ ജീവിതസഖിയെ നമ്മൾ പൊന്നുപോലെ നോക്കണം. യെസ്, ഊഷ്മളമായൊരു ബന്ധം സാധ്യമാണ്. പിന്നെ ഇതിൻ്റെ ഒപ്പം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമുണ്ട്. പ്രായമായ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് എന്താണ് വേണ്ടതെന്നുള്ളത്. അത് അവർ ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ പ്രായമായി വരുമ്പോഴും നമ്മളെ കുടുംബത്തിനൊരു അനുഗ്രഹമായാലാണ് ശരിയാവുള്ളൂ. പക്ഷെ പ്രായമായി വരുമ്പോൾ സൈക്കോളജിക്കലി ഫിസിക്കലി വീക്കാവും. നമ്മുടെ തലച്ചോറിൻ്റെ കോശങ്ങളൊക്കെ ചിലപ്പോൾ ഡെഡാവും. അപ്പോൾ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ദേഷ്യമൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ പറഞ്ഞു പോവും. പക്ഷെ നമ്മളത് ബോധപൂർവം തന്നെ ഒരു ആരോഗ്യകരമായ ബന്ധം വളർത്തിയെടുക്കാനായിട്ട് മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളും വളരെ ക്ഷമാശീലരായിരിക്കും. കാരണം ഇപ്പോൾ അറിഞ്ഞുകൊണ്ട് ഒരു തന്റെ മലമൂത്ര വിസർജനങ്ങളൊന്നും ഒരു മനുഷ്യനും മറ്റൊരാൾ കാണണമെന്ന് വീട്ടിൽ ചെയ്യില്ല. അവരത് കളയുമ്പോൾ നിങ്ങൾ മനഃപൂർവ്വം അത് തുപ്പിയതാണ് അവിടെ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്താണെന്ന് ഇവർ പറയും. അതൊരു വിഷയമാണ്. ഒരിക്കലും അത് ചെയ്യില്ല. അപ്പൊ അത് ചെയ്യുന്നത് അവരുടെ ഓർമ്മക്കുറവാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകും. തീർച്ചയായും അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എമ്പതി വേണം, അവരോട് ഒരു സഹാനുഭൂതി നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. ഓക്കെ, യെസ്. ഏതായാലും ശരി, എനിക്ക് തോന്നുന്നു നല്ലൊരു കുടുംബം സമ്പന്നമാകുന്നത് പ്രായമായ മാതാപിതാക്കൾ പൊന്നുപോലെ നോക്കുമ്പോഴാണ് അല്ലേ. അവർ ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴല്ലേ. യെസ്, അത് നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും അനുഗ്രഹമായിട്ട് മാറുന്ന ഒരു അനുഭവമുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത് പ്രായമായ മാതാപിതാക്കളും മക്കളും തമ്മിൽ എങ്ങനെ ഒരു ഊഷ്മളമായ ബന്ധം സാധ്യമാക്കാം.
ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ നമ്മുടെ കുടുംബങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും പ്രായമായ മാതാപിതാക്കൾ നമുക്കൊരു അനുഗ്രഹമായി മാറുമ്പോഴാണ് നമ്മുടെ കുടുംബം തന്നെ അനേകർക്കും നമ്മുടെ മക്കൾക്കും കുഞ്ഞുമക്കൾക്കും ഒക്കെ ഒരു അനുഗ്രഹമായിട്ട് മാറുന്നത്. അതിന് സാധിക്കാനായിട്ട് ഇവർ പറഞ്ഞ ഒത്തിരിയേറെ ഉപായങ്ങളുണ്ട്. അത് നമുക്ക് പ്രയോഗത്തിൽ കൊണ്ടുവരാം. അങ്ങനെ ഊഷ്മളമായ ബന്ധങ്ങൾ വളർത്തിയെടുക്കാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. നമ്മുടെ ബന്ധങ്ങൾ വളരട്ടെ, കുടുംബങ്ങൾ ശക്തിപ്പെടട്ടെ. അവരെ സമൂഹത്തിലേക്ക് ഇറക്കി വിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സമൂഹവുമായിട്ട് ഒരു സാമൂഹിക ജീവിയാണല്ലോ മനുഷ്യൻ, സമൂഹത്തിൽ ജീവിക്കേണ്ടവനാണ്. അപ്പൊ സമൂഹത്തിലേക്ക് അവരെ ഇറക്കി വിടുക. അപ്പൊ നമ്മൾ ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ കാണുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, മക്കൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ ആരെങ്കിലും വന്ന് അവിടെ ആളുണ്ടോ എന്ന് ചോദിച്ചാൽ ഓടി അകത്തേക്ക് പോയിട്ട് അമ്മ ആള് വന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ മിക്ക വീടുകളുടെയും അവസ്ഥ. നേരെ മറിച്ച് വാ കയറി ഇരിക്കുമെന്ന് പറയാനുള്ള ആ ഒരു പക്വത അവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ പേരൻസിന് 1 or 2 കിഡ്സ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ വല്ലാണ്ട് അവരെ അങ്ങ് എല്ലാത്തിനും യെസ് പറഞ്ഞ് നമ്മൾ അവരങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. നമ്മൾ ചിലയിടത്ത് നോ പറയേണ്ടടുത്ത് കൃത്യമായിട്ട് നോ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. കുട്ടികൾ പരസ്പരം വഴക്കുകൾ ഉണ്ടാക്കുമ്പോൾ അത് അവരിൽ തന്നെ പരിഹരിക്കപ്പെടാൻ ഒരവസരം കൊടുക്കണം. നമ്മൾ ഇതിനകത്ത് ഇടപെടാതിരിക്കുക. അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണാനായിട്ട് ആദ്യം പഠിപ്പിക്കണം. ജീവിതത്തിൽ എന്ത് കുറവുകൾ വന്നാലും ശരി, അതിനെ നമുക്ക് പോസിറ്റീവായിട്ട് കുറച്ചും കൂടിയൊക്കെ പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കും.